ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ആർച്ചറി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാം കേട്ടോ. നമ്മൾ ആ കോമ്പൗണ്ട് ബോ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നമ്മുടെ ബോർഡ് സെറ്റാക്കിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതെങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെന്നൊക്കെ നോക്കാം. ഓക്കെ, ആർച്ചറിയുടെ ബോർഡിൻ്റെ ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സേഫാണ്. ഇതിൻ്റെ പിൻഭാഗത്ത് നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഉണ്ട്. അതേപോലെ ആരോസ് നമ്മുടെ ബോർഡിൽ തട്ടിട്ട് മിസ്സായാലും ബാക്കിലെ മണ്ണിൽ കിട്ടും. പിന്നെ ഇവിടെ ബാക്കിൽ അധികം വീടുകളൊന്നുമില്ല, ആൾക്കാരൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്താലും സേഫാണ്. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ബോർഡാണ്. ഇന്ത്യൻ ബോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ ആരോസൊക്കെ ഹോൾഡ് ചെയ്തിരുന്നു. കാരണം ഇതിൽ ചകിരിയാണെങ്കിലും അതത്ര ഫോഴ്സ് ഉണ്ടാവില്ല. ഇന്ത്യൻ ബോൻ്റെ അതിൻ്റെ ഒരു സ്ട്രെങ്ത് അനുസരിച്ച് ഇതിൽ നോക്കുമ്പോൾ ഇതിൽ ഹോൾഡ് ചെയ്യും. ആരോസ് പാസ് ചെയ്തിരുന്നില്ല. പക്ഷേ കോമ്പൗണ്ട് ബോൾ ചെയ്യുമ്പോൾ നമുക്കിത് കൂടെ ആരോസ് പാസ് ചെയ്തിട്ട് നമ്മുടെ ആരോൻ്റെ ഫ്ലച്ചസൊക്കെ ഡാമേജ് ചെയ്യാൻ തുടങ്ങി. കാരണം ആരോസ് അത് കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഫ്ലച്ചസ് ഡാമേജ് ആയി. 2-3 ആരോസ് എനിക്കങ്ങനെ അതിൻ്റെ ഫ്ലച്ചസൊക്കെ ഡാമേജ് ആയി. അപ്പോൾ ഞാൻ പിന്നെ അതിന് പകരം ആരോസ് പാസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടിയും സ്റ്റഫ് ചെയ്താണ് ഈ പ്ലാസ്റ്റിക്കില്ലേ, നമ്മുടെ ഈ റെയിൻ ഗാർഡ്, റബ്ബറിനുള്ള റെയിൻ ഗാർഡ് വെച്ചിട്ടൊരു റെയിൻ ഗാർഡൊക്കെ സ്റ്റഫ് ചെയ്തിട്ടൊരു ഇത് ചെയ്തു. അപ്പോൾ ഈ ഒരു ടയറിലാണ് ഞാൻ ആദ്യം ചെയ്തത്. അപ്പോൾ നല്ലപോലെ സ്റ്റഫ് ചെയ്യുകൊണ്ട് എന്താ പറ്റിച്ചാൽ, നല്ലപോലെ സ്റ്റഫ് ചെയ്യുകൊണ്ട് ആരോസ് പോയി തറച്ച് കഴിയുമെന്ന് വെച്ചാൽ അത് തിരിച്ചെടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനതങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് പുതുതായിട്ട് അപ്പോഴേക്കൊക്കെ ഏകദേശമൊക്കെ ഒരു ഷൂട്ട് ചെയ്യാൻ എയിം കറക്റ്റായിട്ട് ടാർഗറ്റിൽ കൊള്ളാൻ തരത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാനിത് ഒരു ബൈക്കിൻ്റെ ടയറിൽ ചെയ്തു. ഞാൻ അതാ വരണോ, ഞാൻ ബൈക്കിൻ്റെ ടയറിൽ ചെയ്തു. ബൈക്കിൻ്റെ ടയറിൽ ഇതേപോലെ ബൈക്കിൻ്റെ ടയറിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലാസ്റ്റിക് നല്ല സ്റ്റഫ് ചെയ്തിട്ട് പുറത്ത് നമ്മൾ നമ്മുടെ ചണച്ചാക്ക് വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു കയർ വെച്ചിട്ട് പിന്നെ എനിക്ക് ഹോൾഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ആരോസ് മിസ്സാണെങ്കിലും ഇതിൽ തന്നെ പാസ് ചെയ്യുമെന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ അല്ല, ചില സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ ഈ ടയറിൻ്റെ ഇത് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ആരോസ് എനിക്ക് ചില സമയത്തൊക്കെ മിസ്സായി കഴിയുമെന്ന് വെച്ചാൽ ഇതിൽ തറച്ചിരിക്കാൻ സാധ്യതയാണ്. ആ സമയത്ത് നമുക്ക് അതിൽ നിന്ന് തിരിച്ച് എടുക്കുമ്പോൾ നമ്മുടെ ആരോസിൻ്റെ ഫ്രണ്ടിലത്തെ നമ്മളൊരു കൂർത്ത സാധനം ഉണ്ടാവില്ലേ, മറ്റേ എന്തെങ്കിലും അറിയാം, നോക്കെന്തോ പറയുന്നുണ്ട്, അല്ല ആ സാധനം ഇന്ന് തറച്ചിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്കിതിൻ്റെ ചെറിയ ഡ്രോബാക്ക് ആണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ എന്താ വെച്ചാൽ കറക്റ്റായിട്ട് ഇതിലേക്ക് തന്നെ ഷൂട്ട് ചെയ്യണം. ഇന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്ലച്ചസ് കേടാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഒരു സേഫാണ്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഹോൾഡ് ചെയ്യും, ആരോസ് ഇത് പാസ് ചെയ്ത് പോവില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സേഫാണ്. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കിയാലോ. ഇത് നമുക്ക് 50 മീറ്റേഴ്സ് ആട്ടോ റേഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടയർ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഏതൊക്കെയാണ്? ഓ വെരി ബാഡ്. അല്ല, നെക്സ്റ്റ് ടൈം നമുക്ക് റെഡിയാക്കാം അല്ലേ. അപ്പോൾ നമ്മൾ 9, 8, 6 എല്ലാം ഹീറ്റ് ചെയ്തിട്ടോ. കണ്ടല്ലേ, നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അല്ലേ അത്യാവശ്യം ഫോഴ്സിൽ തന്നെ, അത്യാവശ്യം സ്ട്രെങ്ത്തിൽ തന്നെ വലിച്ചെടുക്കേണ്ട വരുന്നുണ്ട്. ഇത് നമുക്ക് ബോർഡ് കിട്ടും കേട്ടോ. നമുക്ക് ശരിക്കും ഇതിൽ ഈ പ്രാക്ടീസ് ചെയ്യാനുള്ളത് എനിക്കുള്ള ബോർഡൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് കറക്റ്റ് ടാർഗറ്റ് തന്നെ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് 100 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഏതിലാണ് കൊള്ളിക്കേണ്ട ആരോ എന്നാണ് ഹിറ്റ് ചെയ്യേണ്ടത്?
കഴിഞ്ഞു. പോയി നോക്കാം. സൂപ്പർ. ഇഞ്ഞൊരു ആരോ അവിടെ. ഓ 2 ടണ്ണോ. സൂപ്പർ. ഏ സൂപ്പർ അല്ലേ? ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഹാപ്പി. അപ്പോൾ ഇതാണ് നമ്മുടെ ബോ, കോമ്പൗണ്ട് ബോ. ഇത് നമുക്ക് ഇതാണ് മെയിൻ ബോൻ്റെ ഒരു പാർട്ട്. ഓക്കെ, ഇത് ലോവർ ലിംബ്, ഇത് അപ്പർ ലിംബ്. ഇത് 2 ക്യാംസ് ആണ്. ഇതാണ് നമ്മുടെ ആരോ ഹോൾഡ് ചെയ്യണ, ആരോ വയ്ക്കാനുള്ള സാധനം. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ചെറിയ കേബിൾസ് ആണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസർ പറഞ്ഞ 2 സ്റ്റെബിലൈസേഴ്സ് ഉണ്ട്. ഇതൊരു സ്റ്റെബിലൈസറാണ്. ഇതിൽ നമുക്ക് വെയിറ്റ് ആഡ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇന്നൊരു സ്റ്റെബിലൈസർ ഉണ്ട്. സ്റ്റെബിലൈസറല്ല, വെയിറ്റ്സ് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇതിൽ പിന്നെ നമുക്ക് ഇവിടെ ഇതാണ് സൈറ്റ്. നമ്മുടെ 30 മീറ്റർ 50 മീറ്റർ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതിലാണ്. ഈ ഒരു ഇതിലാണ് സൈറ്റ് സെറ്റ് ചെയ്യാം. അതേപോലെ ഇത് സ്കോപ്പ്. നമുക്ക് ഇവിടെ ഒരു പീപ്പ്, ഈ നമ്മുടെ ഈ സ്ട്രിങ് ഇതിൽ നമുക്കൊരിതുണ്ട്, പീപ്പ് എന്ന് അതിന് പറയുക. ഈ പീപ്പ് പിന്നെ ഈ സൈറ്റ് കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ടാർഗറ്റിനെ നോക്കാൻ വേണ്ടിയിട്ട്. ഇത് ആരോ റെസ്റ്റ് ചെയ്യാനുള്ള അതാണ്, ആരോ റെസ്റ്റാണത്. ഇതൊക്കെ ഓരോന്നും ഓരോരോ കമ്പനിയുടെ ആണ്. ഇത് സാൻലിഡ, ഇതും സാൻലിഡയാണ്. ബോ PSC പെർഫോമെക്സ് ആണ് ബോ. ആരോസ് ആവലോണും അതേപോലെ നമ്മുടെ സ്റ്റെബിലൈസറും ആവലോണാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.